നമ്മൾ ചോദിക്കും വേറൊരു ജീവിയും ഒരു പേരന്റിങ് കോച്ചിങ് കഴിഞ്ഞിട്ടല്ലല്ലോ അതിന്റെ മക്കളെ വളർത്തുന്നത്. ഒരു സ്വാഭാവികമായിട്ട് പിള്ളേരെ പ്രസവിക്കുന്നു, വളർത്തുന്നു, അല്ലെങ്കിൽ മുട്ടയിടുന്നു, വിരിയുന്നു, കൊത്തിപ്പെറുക്കുന്നു, ജീവിക്കുന്നു. ഇത് ലൈക് പരിപാടി കഴിഞ്ഞു, നമ്മൾ മാത്രം എന്തിനാണ് ഇത് പഠിച്ചിട്ട് പേരന്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ആക്ച്വലി ഈ വേറുള്ള ഒരു ജീവിയും അതിന്റെ ആ ഓർഗാനിക് ആയിട്ടുള്ള സംഭവത്തിൽ നിന്ന് അധികം ഒന്നും മാറിപ്പോയിട്ടില്ല. അല്ലെ, കാട്ടിൽ ജീവിക്കുന്നു, പിന്നെ ആനയെ മാത്രമാണ് നമ്മൾ പിടിച്ച് നാട്ടിൽ കൊണ്ട് ജീവിക്കുന്നത്. പക്ഷെ വേറെ മിക്ക ജീവികൾ അതിന്റെ ഓർഗാനിക് ആയിട്ടുള്ള അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ആവാസ വ്യവസ്ഥിതിയിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അതിന്റെ ഒന്നും ലൈഫിൽ ഇത്രയും വലിയ കൾച്ചറൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമ്മളാണ് മൊത്തത്തിൽ നമ്മുടെ സെറ്റപ്പ് എല്ലാം മാറി, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം മാറി. ഒന്നും എന്താണ് ഒരു റോ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടല്ല നമ്മൾ ആരും ജീവിക്കുന്നത്. നമ്മുടെ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറിയിട്ടുണ്ട്, നമ്മുടെ എൻവയോൺമെന്റ് മാറിയിട്ടുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഇടങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിനൊക്കെ അനുസരിച്ചിട്ട് മാത്രമല്ല, ഇതിപ്പോ ടെക്നോളജിയുടെ അല്ലെ വലിയൊരു കടന്നുകയറ്റമുള്ളൊരു കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലത്ത് ഒരു മനുഷ്യ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് കുറേ കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് അവരെ എക്യുപ്ഡ് ആക്കുക എന്നുള്ളൊരു ബാധ്യത എല്ലാ പേരൻസിനുണ്ട്. അവരെ ഈ ഭൂമിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന് വേണ്ടിയിട്ട് അവരെ എക്യുപ്ഡ് ആക്കേണ്ട ബാധ്യതയുണ്ട്. പണ്ടാണെങ്കിൽ കാട്ടിലാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി, മരം കയറാനും അല്ലെങ്കിൽ മീൻ പിടിക്കാനും പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ. എങ്ങനെയാണ് സിവിക് സെൻസ് തൊട്ട് എങ്ങനെയാണ് ഈ ഒരു സൊസൈറ്റിയിൽ പെരുമാറേണ്ടത്, ഇവിടെ എന്താണ് അക്സെപ്റ്റബിൾ, എന്താണ് നോട്ട് അക്സെപ്റ്റബിൾ, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കേണ്ടാത്തത്, എന്തൊക്കെ അസുഖങ്ങളാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്, ഇപ്പോഴത്തെ സിസ്റ്റം എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അതിന് സഹായിക്കും, ലൈക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പേരന്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് തീർച്ചയായിട്ടും. അത് പഠിക്കാനുള്ളൊരു വില്ലിങ്നെസ് കൂടി കൊണ്ടുവരിക എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് പേര് എന്നോട് ഭയങ്കര ഓപ്പൺ ആണ് കേട്ടോ, വളരെ ക്യൂരിയസ് ആണ് അവർ.